സോ ഇനി ടാക്സ് എക്സാമിന് വെറും 15 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിൽ പഠിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. എൻ്റെ ലെക്ചർ പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഞാൻ ലെക്ചർ കംപ്ലീറ്റ് ആക്കണം, റിവിഷൻ കാണണം, റിവിഷൻ എത്തിയിട്ടില്ല, റിവിഷൻ കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ. സോ ഇതുവരെ ഞാൻ അത് എത്തിയിട്ടില്ല. സോ ഇങ്ങനെ എൻ്റെ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ ACC ടാക്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടറിയാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യും. അക്കാഡമീനെ കുറിച്ചും ACCൻ്റെ കുറച്ച് ജേർണിയും കാര്യങ്ങളും കുറിച്ചും. സോ ഇനി ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട്. ഞാൻ എവിടെ പഠിക്കുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യയിലാണ്. ലക്ഷ്യ ഓൾ ഓവർ കേരളയിൽ കുറേ സ്ഥലത്ത് ഓഫ്‌ലൈൻ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അബുദാബിയിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ACC അല്ല, CMA, CA അങ്ങനെ കൊമേഴ്സ് ആയിട്ടുള്ള കുറേ കോഴ്സസ് അവൻ്റെ ഉള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പഠിക്കുന്നത് തൃശ്ശൂർ ലക്ഷ്യ ക്യാമ്പസിലാണ്. തൃശ്ശൂർ ലക്ഷ്യ ക്യാമ്പസിലാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ലക്ഷ്യയുടെ എക്സ്പീരിയൻസും ACCയുടെ എക്സ്പീരിയൻസും എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. IRAയുടെ ഇൻസിഡൻസും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഈ ലെക്ചേഴ്സ് വീണ്ടും കംപ്ലീറ്റ് ചെയ്യണം. സോ അതിൽ ഇന്നത്തെ ഒന്നാമത്തെ ലെക്ചർ എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. സോ ഫസ്റ്റത്തെ സ്റ്റഡി സെക്ഷൻ കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ കറൻ്റ്ലി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഈ ബ്രേക്കിൻ്റെ ഇടയിൽ ഞാൻ ACCൻ്റെ എൻ്റെ ജേർണീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ കറൻ്റ്ലി പഠിക്കാൻ തുടങ്ങിയിട്ട് 1 ഇയറായി. 1 ഇയറിൻ്റെ അകത്ത് 6 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 6 പേപ്പേഴ്സ് പറയുന്നത് ആദ്യത്തെ BT, FA, MA, പിന്നെ ലോ, പിന്നെ FR, പിന്നെ FM. ഈ 6 പേപ്പേഴ്സാണ് കറൻ്റ്ലി എഴുതിയിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഫേസ് ചെയ്ത ഇഷ്യൂസ് എന്ന് പറയുന്നത് പേപ്പറിലൊന്നും വലിയ കുഴപ്പം വന്നിട്ടില്ല. പക്ഷേ ഇനീഷ്യൽ രജിസ്ട്രേഷൻ IR ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ IR ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ സ്വന്തമായിട്ട് ചെയ്ത കാരണം എനിക്ക് കുറച്ച് പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് വന്നു. ഇൻ്റർനാഷണൽ ബാങ്ക് ട്രാൻസ്ഫർ ആയത് കാരണം കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ACCയുടെ മന്ത്ലി അല്ല ഇയർലി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതല്ലാണ്ട് എക്സാം ഫീസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഉണ്ട്. ഈ 3ഓളം ടൈപ്പ് ഫീസിൽ നമ്മുടെ ACC ഈടാക്കുന്നുണ്ടാവും. ഇതെല്ലാം പൗണ്ടിലാണ് പോവുക. പൗണ്ടിൽ പോകുമ്പോൾ ഒരു എക്സാം ഫീസ് പറയുന്നത് 143 ആണ്. ഐ മീൻ സ്കിൽ ലെവലത്തെ പേപ്പറിൻ്റെ കാര്യമാണ് പറയുന്നത്. 3 ലെവലിനനുസരിച്ച് പൗണ്ട് മാറിക്കൊണ്ടിരിക്കും. കാരണം ഫസ്റ്റത്തെ എക്സാമിന് അറൗണ്ട് 40 അങ്ങനെ ലൈക്ക് നമ്മുടെ ഇന്ത്യൻ റേറ്റിൽ നോക്കിയപ്പോൾ 10,000 അറൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടി വന്നത്. ഇപ്പോൾ പൗണ്ടിൻ്റെ വില കൂടിയത് കാരണം ഇപ്പോൾ അത് നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. പൗണ്ടിന് ഞാൻ ചേരുന്ന ടൈമിൽ 100 രൂപയോ 106 രൂപയോ എന്തായിരുന്നു. ഇപ്പം 120 ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് പറയുവാണെങ്കിൽ. അതുകൂടാതെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഈ പൗണ്ടാണ് മെയിനായിട്ട് മണിയായിട്ട് ഇഷ്യൂ ആയിട്ടുള്ളൂ. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നെങ്കിലും എനിക്ക് കാര്യമായിട്ട് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഐ മീൻ കുറച്ച് എഫേർട്ട് ഇട്ടാൽ കിട്ടാവുന്നുള്ളൂ മിക്കതും. വേറെ ACCയിൽ കുഴപ്പമൊന്നും പറയാൻ ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ ബ്രേക്ക് കഴിയാറായി. സോ ഇനി അടുത്ത സെക്ഷനിൽ ഇരിക്കാൻ റെഡി ആയിട്ടുണ്ട്. അടുത്ത സെക്ഷനിൽ കാണാം. സോ അങ്ങനെ വൈകുന്നേരം എഴുതുന്ന സ്റ്റഡി സെക്ഷൻ ഇപ്പോഴും എൻഡ് ആയിട്ടില്ല. ഏകദേശം 4 hours കഴിഞ്ഞു. എന്നിട്ട് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരു കമൻറ്റ് വന്നത്. കമൻറ്റ് വേറൊന്നുമല്ല, FA എക്സാമിനെ കുറിച്ചിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു. സോ ആ ഒരു കമൻറ്റിന് വേണ്ടി മാത്രം നമ്മൾ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും FA എക്സാമിന് വേണ്ടിയിട്ട്. കാരണം എനിക്കറിയാം, ഞാനും FA എക്സാം എഴുതാൻ പോകുന്ന ടൈമിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. സോ അതിനുവേണ്ടി FA എക്സാമിന് വേണ്ടിയുള്ളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും, പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കറൻ്റ്ലി ടാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടാക്സ് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെന്തായാലും ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണാം. സോ അങ്ങനെ 1:40 ലിറ്ററലി 2 മണി ഇപ്പോൾ ആവും. എൻ്റെ കണ്ണൊക്കെ ബാക്ക് പെയിൻ ആയി. ഇനിയിപ്പോൾ കുറച്ചും കൂടി പോയാൽ കണ്ണൊന്നും കാണാണ്ടാവും. സോ ഇന്നത്തെ ടാർഗറ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വീഡിയോസ് എല്ലാം ലെക്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി. അൽഹംദുലില്ലാ. ഇനി അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റഡി ഹബിൽ കയറിയിട്ട് ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഫ്ലാഷ് കാർഡ്സിലോട്ട് വരണം, ക്യൂസിലോട്ട് വരണം, പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യനിലോട്ട് പോകണം, പിന്നെ മോക്ക് ടെസ്റ്റ് എഴുതണം. അപ്പോൾ ഒരു ചെറിയ നീണ്ട ഇടവേളയല്ല, ഒരു നീണ്ട പ്രോസസ്സ് തന്നെയാണ്. സോ ACC പഠിക്കാൻ തുടങ്ങുന്ന ACCൻ്റെ പഠിക്കുന്നതിൻ്റെ റിയാലിറ്റിയാണത്. ചിലപ്പോൾ കിടക്കുമ്പോൾ 2 മണി വരെയൊക്കെ ആകുമെന്ന് വരാം.
പിന്നെ വേറൊരു വിഷയം ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ 12 മണിക്കാണ്. സോ ലിറ്ററലി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫെയറായി തോന്നും. നിങ്ങൾ നേരത്തെ എണീച്ച് ഷെഡ്യൂളെല്ലാം കറക്റ്റായി പോവുകയാണെങ്കിൽ കുഴപ്പം പറ്റില്ല. ഇന്നതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും കുറച്ച് ടൈമാവും. എന്തായാലും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. സോ ഞാനിത് അവിടെ ഫ്രഷായി വന്നിട്ടുണ്ട്. ഫുഡ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ടാസ്ക് മെജോറിറ്റി കംപ്ലീറ്റ് ആക്കി. ഇന്നത്തെ വീഡിയോസ് എല്ലാം ലെക്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സ്റ്റഡി ഹബ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും മെയിനായിട്ട് കാട്ടുന്നുണ്ടാകുക. സോ ഇതുവരെ ഇന്നത്തെ വീഡിയോ ഇവിടെ വരെ കണ്ടവർക്ക് താങ്ക് യു. സോ നിങ്ങൾക്ക് KCCയിൽ ഇനി വല്ല ഡൗട്ട് ഉണ്ട് പറഞ്ഞാൽ ചോദിക്കാൻ, എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോസ് അതിനെക്കുറിച്ച്. സോ കറൻ്റ്ലി ഒരു വീഡിയോ പെൻഡിങ് ഉണ്ട് FIനെ കുറിച്ചിട്ട്. അതെന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിടണം. അതിപ്പോൾ എന്തായാലും 2 മണിയായി. ഇനി അത് കിടക്കുമ്പോഴേക്കും 3 മണിയാവും. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ.